ഹലോ ഗായ്സ്, നമ്മുടെ പുതിയ ഒരു ലെറ്റ്സ് പ്ലേ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പുതിയ ലോകം, അതായത് ഒരു ന്യൂ വേൾഡിൻ്റെ അകത്താണ് കളിക്കുന്നത്. ഞാൻ ഈ ഒരു വീട് ഉണ്ടാക്കുന്നത് എനിക്ക് റെക്കോർഡ് ചെയ്യാനായില്ല. അതുകൊണ്ട് ഞാൻ വീടെല്ലാം കാണിച്ചു തരാം. എങ്ങനെയാണ് അതിൻ്റെ ഉള്ളെല്ലാം കാണിച്ചു തരാം. ഇങ്ങനെ കയറി വരുമ്പോൾ ഫുൾ ഗ്ലാസ് കൊണ്ടാണ് ഗൈസ് ഉണ്ടാക്കിയത്. ഇങ്ങനെ വരുമ്പോൾ പക്ഷേ ഇവിടെ റെഡിക്ക് ഇത് നമ്മുടെ ബെഡ്റൂമല്ല. ഇവിടെ എല്ലാം ചെസ്റ്റ് ആണ് വെക്കുന്നത്, ചെസ്റ്റ് റൂമാണ്. ഇതിൻ്റെ മുകളിലാണ് ഇതുള്ള ബെഡ്റൂം വരുന്നത്. ഇവിടെയാണ് നമ്മൾ ബെഡ്റൂം സെറ്റാക്കുന്നത്. അവിടെ വെച്ചില്ല, അവിടെ കൂടി നമുക്ക് അങ്ങോട്ട് വെച്ചളയാം. ഓക്കെ, അവിടെ വെക്കാം. സ്ലാബാണ് എൻ്റെ അടുത്തുള്ള, അങ്ങനെ സ്ലാബാണ് ആക്കുന്നത്. ഓക്കെ, കുട്ടിക്ക് ഞാൻ സ്റ്റോൺ ടൂൾസാണ്. ഞാൻ അൺഫാം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ചെറിയൊരു അൺഫാമുള്ളവരോ ഈ ഒരു ഇതില്ല. അൺഫാമുള്ളവർ ഫുൾ അയണിൻ്റെ ടൂൾസ് അല്ലേനോ. സ്റ്റോണിൻ്റെ ഒക്കെ നമുക്ക് ഒരു കുഴപ്പമില്ലേനോ. ഇപ്പോൾ സ്റ്റോണാണല്ലോ, അയണൊന്നുമില്ല. ഓക്കെ, ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് ഈ ഒരു നമ്മുടെ കൈമുള്ള സാധനം തീർത്ത് അങ്ങോട്ട് മാറ്റാം. ഈ ഒരു സൈഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ അടുത്ത് വില്ലേജുണ്ട്. വില്ലേജിൽ എന്നുള്ളതെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഒരു നെതർ പോർട്ടൽ ഉണ്ട്. ഞാനതൊന്നും ലൂട്ടിക്കില്ല, അതൊക്കെ ഞാൻ വീഡിയോ ചെയ്തുകൊണ്ട് ആക്കാമെന്ന് വിചാരിച്ചാണ്. എൻ്റെ ഇത് ഓട്ടോമാറ്റിക് ഡോർ ആകട്ടെ, അല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. എനിക്ക് 4 ഓട്ടോമാറ്റിക് ഡോർ. പിന്നെ ഈ വേൾഡൊന്ന് കാണിച്ചു തരാം. ഇവിടെയാണ് ഞാൻ പുറമുണ്ടാക്കിയ എൻ്റെ ബേസ്. ഇവിടെ അടുത്ത് സ്റ്റോൺ സ്റ്റോണാണ്. ഇതിൻ്റെ വേറെ കുഴപ്പമെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചത് ഇടയ്ക്കിടയ്ക്ക് കേവാണ്. കേവ് ഇത് കുഴപ്പമാണ്. അത് നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോൻ്റെ അകത്ത് നമുക്ക് ക്ലോസ് ആക്കാം. ഞാനിനി ചെയ്യുന്ന എല്ലാ ബിൽഡും ഞാൻ വീഡിയോ ഇട്ടുണ്ടാക്കിയും ചെയ്യുന്നത്. ഒന്നും ഞാൻ നിന്നിട്ട് ചെയ്യില്ല, ഓഫ്ലൈൻ നിന്നിട്ടൊന്നും ചെയ്യില്ല. ഇവിടെ നോക്കിയാൽ ഇവിടെ കേവുണ്ട്. അങ്ങനെ ഇതാണ് ഞാൻ ആദ്യം മൈൻഡ് ചെയ്ത ബ്ലോക്ക്. നിങ്ങൾ വിചാരിക്കും മറ്റേ വേൾഡിന് എന്താ പറ്റിയെന്നല്ലേ ഗൈസ്. അതൊന്നുമില്ല, ഒരു ചെറിയൊരു ഈഗോ പ്രശ്നം. എന്നാൽ ഞാൻ പറഞ്ഞുതരാം. അയൺ ഫാം ഉണ്ടാക്കിയില്ലേ, കുറച്ച് ദിവസം മര്യാദയ്ക്കായാണ് അയങ്കോളം സ്പോണായ. പിന്നെ ഞാൻ നോക്കുമ്പോണ്ട് നമ്മളെ വലിയ പുറേൻ്റെ മുമ്പിൽ അയങ്കോളം സ്പോണാണ്. പിന്നെ ഞാനൊന്നും നോക്കില്ല, അന്നേരം തന്നെ അങ്ങ് ഡിലീറ്റ് ആക്കി. പക്ഷേ എൻ്റെ സങ്കടം തീർച്ചും പോയിക്കില്ല കേട്ടോ. അതൊരു വല്ലാത്ത കുഴപ്പമുണ്ട്. ഇനി ഞങ്ങളെ വില്ലേജ് കാണിച്ചു തരാം. ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അവിടെ ഒരു ഫർണസ് വെച്ചാൽ ഫർണസ് അല്ല, എന്താണ് എൻ്റെ പേര്, നമ്മളെ ഇതില്ലേ, ഇതാണ് നമ്മുടെ വില്ലേജ്. അടുത്ത വീഡിയോൻ്റെ അകത്ത് നമ്മൾ നെതർ പോർട്ടൽ എന്തായാലും സെറ്റാകും. നിങ്ങൾ വിചാരിക്കും നെതർ പോർട്ടൽ സെറ്റല്ല, അതിനെന്താ കുഴപ്പമെന്ന്. ഞാൻ ഇത് കാണിച്ചു തരാം. ഞാൻ MLG ആണല്ലോ പഠിച്ചേസ് കണ്ടോ. അത് ഞാൻ അതിൻ്റെ പ്രോബ്ലം പറഞ്ഞുതരാം. അത് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഞാൻ കാണിച്ചു തന്നെ തരുന്നുണ്ട്. അടുത്ത എപ്പിസോഡിനകത്ത് ഞാൻ നെതർ പോർട്ടൽ സെറ്റാക്കും. ഇവിടെയാണ് ഗൈസ് ഞാൻ സെറ്റാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സെറ്റാക്കിയാലേ നടക്കുകയുള്ളൂ. ഇവിടെ സെറ്റാക്കിയാൽ ഞാൻ വേൾഡ് ഈ ഒരു സീഡ് വെച്ചിട്ട് കോപ്പി
കോപ്പി ഇങ്ങനത്തെ ഈ വേൾഡ് ഞാൻ കോപ്പി ചെയ്തിട്ട് ക്രിയേറ്റീവ് ആക്കി. എന്നിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ഫോട്ടോസ് എവിടെയാന്ന് നോക്കുമ്പോൾ അടുത്ത് തന്നെ ഉണ്ട്. ഞാനതെൻ്റെ ബേസിൻ്റെ അടുത്ത് പോയി വെച്ച് നോക്കി. അന്നേരം അയ്യേ ഫോട്ടോസ് അടുത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ തന്നെ ഉണ്ടാക്കാൻ ഞാൻ വിചാരിച്ചത്. ഇതായി ചെസ്റ്റ് ലൂട്ടിയാലേ നമുക്ക് ഇതാ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ലൂട്ടാൻ നിൽക്കുന്നില്ല. പിന്നെ ഇനി ഞാൻ ഇത് വർക്ക് ചെയ്യാതെ കാരണം പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സാധനം പൊട്ടിച്ച് മാറ്റിയാൽ ഇവിടെയും കൂടി 2 ഒബ്സിഡിയൻ വെച്ചാൽ ഇത് വർക്കാവും. ഈ ഒരു ഒബ്സിഡിയൻ എവിടുന്ന കിട്ടുകയെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഉള്ളൊന്നും പൊട്ടിക്കും, പിന്നെ അതാ ഇതും പൊട്ടിക്കും. എന്നിട്ട് അത് രണ്ടും കൊണ്ട് വെച്ച് ഇവിടെ വെക്കും. അന്നേരം നമുക്ക് ഇത് ബ്ലെൻഡ് ചെയ്തിട്ട് കൺഫേം ആക്കാം, അല്ല ഇതാക്കാം, നെതർ പോർട്ടലാക്കാം. അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഗാർഡൻ പകുതി നെതർ ബ്ലോക്ക് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ അകത്ത് ഞാൻ മറ്റേ ഇവനെ പൂട്ടിയിട്ടതാണ് ഇയാളെ. അതെന്ന് വെച്ചാൽ എനിക്ക് ഇവൻ്റെ അടുത്ത് എനിക്കൊരു ഡയമണ്ട് പിക്കാക്സ് വാങ്ങാൻ എടുക്കൂ. അത് വാങ്ങിയിട്ട് അവൻ്റെ അടുത്ത് നിന്ന് 2 ഇതും പൊട്ടിക്കുക. എന്നിട്ട് അവിടെ നെതർ പോർട്ടൽ സെറ്റാക്കുക. ഓക്കെ, പിന്നെ നമുക്ക് നേരെ ബേസിലോട്ട് പോവാം. ബേസിൽ കുറച്ച് പണിയുണ്ട്. ബേസിൽ പണിയൊന്നുമില്ല ഗൈസ്, ഞാൻ വെറുതെ പറഞ്ഞാൽ. നമ്മളെന്നാ ചെയ്യുക, നമ്മളെ ഒരു ഫുഡ് സെറ്റാക്കാം ഗൈസ്. ഞാൻ അയങ്കോളത്തിനൊന്നും കൊന്നിക്കില്ല. അയങ്കോളത്തിനെ കൊന്നാൽ പിന്നെ വില്ലേജസ് ഉണ്ടാവില്ല നമ്മളെ വില്ലേജിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ അയങ്കോളില്ലാത്തരം മോബ്സ് എല്ലാം വില്ലേജസിന് അടിക്കും. അന്നേരം കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ ഫാം ഉണ്ടാക്കും. എന്തായാലും എൻ്റെ വീട് ഇരിക്കുന്ന ഇടത്തിൽ നടക്കൂല, അവിടെ ഫാം ഉണ്ടാക്കൽ നടക്കൂല. നമുക്ക് എന്തായാലും വെച്ചാൽ ഇവിടെ ഒന്ന് ഫ്ലാറ്റ് ആക്കാം, ഇവിടെ ആക്കാം. ഷവലുണ്ടോ നോക്കട്ടെ ഗൈസ്, എൻ്റെ ഇൻവെൻറ്റോറി ഷവലില്ല. നേരം ഇത് പൊട്ടിക്കണം. ഇത് പൊട്ടിച്ച് ഫ്ലാറ്റ് ആക്കിയിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഞാനങ്ങനെ അത് ഫ്ലാറ്റാക്കി. ഇനി നമുക്ക് ഇവിടുത്തെ പുല്ലെല്ലാം പോകാം. ഞാൻ പുതിയ പുല്ല് പോക്കേണ്ടത് ഞാൻ പ്രോവാ, അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ പ്രോ എന്നല്ല, ഞാൻ എല്ലാവർക്കും ഉണ്ടാവും ഈ ബുദ്ധി. ഇവിടെ നോക്കിയാൽ കണ്ടോ, ടെക്നോളജി ബുദ്ധി. ഇവിടെ എല്ലാം ക്ലീനായി. ഇനി ഇവിടുന്ന് ക്ലീൻ ചെയ്യാം. അങ്ങനെ ചെയ്യാം. ഓക്കെ, അങ്ങനെ തന്നെ ചെയ്തു. നമുക്ക് ഇതും കൂട്ടിക്കില്ല. വെള്ളമെത്തി. ഓക്കെ, വെള്ളമെത്തി. കുറച്ച് ഭാഗം ക്ലിയറായി. അതിപ്പോൾ ക്ലിയർ ആവാത്ത. ഓക്കെ, ഇതും ക്ലിയറാക്കി. ഞാൻ എല്ലാ ഭാഗവും ക്ലിയർ ആക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഞാനങ്ങനെ മൊത്തം ഫ്ലാറ്റാക്കി എല്ലാം പുല്ലും പോക്കിയിട്ടുണ്ട്. ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെൻറ്ററിൽ നിന്ന് ഇവിടുന്നൊരു ബ്ലോക്ക് പൊട്ടിക്കുക, ഇവിടുന്നൊരു ബ്ലോക്ക് പൊട്ടിക്കുക. ഇല്ലാതെ മതി ഗൈസ്. എന്നിട്ട് അവിടെ ഡേർട്ട് വെക്കണം. ഡേർട്ട് വെച്ചിട്ട് നമുക്ക് വില്ലേജിൽ പോയിട്ട് നമ്മളെ വീറ്റ് എടുത്തുകൊണ്ട് വരാം. വീറ്റ് കുറേ ആവശ്യമുണ്ട് ഗൈസ്. ഗൈസ്, ഈ ഒരു സീഡ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ കമൻറ്റ് ചെയ്താൽ അല്ലേ കമൻറ്റ് ചെയ്ത് കുഴപ്പമില്ല. ഞാൻ എന്തായാലും ഈ സീഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കയറിയിട്ട് സെർച്ച് ചെയ്യണം. കോപ്പി ആക്കിയിട്ട് ഇങ്ങനത്തെ ഒരു വേൾഡ് വരണം. ഓക്കെ, ഇനി നമുക്കൊരു ടവർ ഉണ്ടാക്കണം ഗൈസ്. ടവർ മലയുടെ മുകളിലായിട്ട് ഈ വരുന്നുണ്ട്. ഒരു ടവർ ഉണ്ടാക്കുന്ന സെറ്റ്. എൻ്റെ ഇൻവെൻറ്റോറി ഒന്ന് ക്ലീൻ ആക്കണം. നമുക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ വെള്ളം ഒഴിക്കുന്ന സ്ഥലം ഓക്കെ. ഇത് ഇവിടുന്ന് ഒട്ടിക്കാം, ഇവിടുന്ന് ഒട്ടിക്കാം. ഇത് തൽക്കാലത്തേക്ക് ചെറിയൊന്നാണ് ഉണ്ടാക്കുന്നത്. ചെറുതെന്ന് വെച്ചാൽ ചെറുത്.
വിത്താക്കി സീഡ് നട്ടിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ വെള്ളം വെച്ചാണ് ഗൈസ്. ഓക്കെ, ഇതാണ് നമ്മുടെ വീട്ടാണ്. ഇതാണ് വളർന്നോട്ടെ. അങ്ങനത്തൊന്ന് കൂട്ടിക്കെടുക്കാം. ഇപ്പോൾ 13 വീട്ട് നമ്മൾ വില്ലേജിൽ നിന്ന് വീട്ട് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നേരെ സീഡാക്കാം അല്ല, എന്നാലും ഹേബിയൽസ് ആക്കാം. നമുക്ക് ഇന്നത്തെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂട്ടണ്ട. ഓക്കെ, ഇന്നത്തെ എന്തായാലും അത് മതി. അടുത്ത വീഡിയോൻ്റെ അകത്ത് നമ്മൾ നെതർ പോർട്ടൽ സെറ്റ് ചെയ്യുന്നതാണ്. പറ്റുമെങ്കിൽ നമുക്ക് നമ്മളുടെ ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് പോവാമായിരുന്നു. നമ്മൾ സാധനങ്ങൾ ഇൻവെന്ററി ക്ലീനാക്കാൻ ചെസ്റ്റില്ല. അപ്പോൾ നമുക്ക് ചെസ്റ്റ് ഉണ്ടാക്കണം. ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ചെസ്റ്റ് ഉണ്ടാക്കാം, ഇൻവെന്ററി ക്ലീനാക്കാം. നിങ്ങളുടെ അടുത്തുള്ള എല്ലാ സാധനവും ചെസ്റ്റിലോട്ട് വെച്ചിട്ട് ഒരു പുതിയൊരു പിക്കാക്സ്, പുതിയ ഷവല്, പുതിയ സോഡ്, പുതിയ ആക്സ്. ഓക്കെ, ഞാൻ വുഡ് മുറിക്കാൻ ഇവിടുന്നാണ് ഇപ്പോൾ മുറിക്കുന്നത്. കാരണം ഇവിടെ അത്യാവശ്യം വുഡൊക്കെ ഉണ്ട്. ഇവിടുന്ന് എൻ്റെ കൊട്ടാരം കാണാൻ എന്ത് രസമാണല്ലേ ഗൈസ്. നിങ്ങൾ വിചാരിക്കും അതായിരിക്കും എൻ്റെ ഒറിജിനൽ ബേസ് എന്ന്. നോ, നെവർ. അത് എൻ്റെ സ്റ്റാർട്ടർ ബേസാണ് ഗൈസ്. സ്റ്റാർട്ടർ ബേസാണ്. ഞാൻ അത്ര ഇതിനകത്ത് പണിതത്. മെഗാ ബേസൊന്നും ഞാൻ അത്ര ഇതിനകത്ത് പണിയില്ല. ഓക്കെ, നമുക്കിതും കൊണ്ട് മൊത്തം ജസ്റ്റ് ഉണ്ടാക്കാനേ പറ്റുള്ളൂ ഗൈസ്. നമ്മൾ ഈ ലൂട്ടീനെ കൊണ്ടെല്ലാം നമ്മൾ ജസ്റ്റ് ഉണ്ടാക്കിയിട്ട് അടുക്കുന്നതാണ്. ഗൈസ് 4 ചെസ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. സുഖമല്ലേ? നമുക്ക് ഇന്നത്തെ വീഡിയോ മുമ്പ് ഈ ഒരു ഇതങ്ങ് പൊട്ടിച്ചളയണം. ഈ ഒരു ഇത് മൊത്തം പൊട്ടിച്ചളയണം. എന്നിട്ട് അവിടെ സെറ്റാക്കിയിട്ട് ഇത് നേരപ്പാക്കണം ഗൈസ്. ഓക്കെ, ഇതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് എത്ര എണ്ണം കിട്ടി? 4 ജസ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയ സുഖമായിരുന്നു. പക്ഷേ 3 കിട്ടിയ 4 പേരെല്ലാം ഉണ്ടാക്കുക. അതുകൊണ്ട് ഉപകാരമില്ല. 3 ജസ്റ്റ് ഇത് ഓർക്കാട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിന് പിടിച്ചെടുക്കുക. അവിടെ നിന്ന് ഇത് വെക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് സാധനങ്ങളൊക്കെ വെക്കാം. ഞാൻ ഇൻവെന്ററി ക്ലീൻ ആക്കിയിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ അങ്ങനെ ഇൻവെന്ററി ക്ലീൻ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് പിക്കെക്സൊന്നും ആവാനായിട്ടില്ല ഗൈസ്. അല്പം വേണ്ട. നമുക്ക് കോപ്പർ ടൂൾസിലേക്ക് മാറിയാലോ? ഓക്കെ, നമ്മളിങ്ങനെ കോപ്പർ ടൂൾസിലേക്ക് മാറുകയാണ്. കോപ്പർ പിക്കാക്സ് ഒരു 10 കോപ്പറിൽ എടുക്കേണ്ടത്. നമ്മളെ ഫർണസിൻ്റെ അത് നമ്മൾ ഉടുക്കാണ്ടിരുന്നു. ഇല്ല ഗൈസ്, ഫർണസിൻ്റെ അത് ഉടുക്കാണ്ടില്ല. ഇപ്പം നമ്മുടെ കൊപ്പർ ഇവിടെ കൊപ്പർ ഇത് നമ്മൾ 10 കോപ്പറിങ്ങുക. നമ്മളെടുത്ത് വേറെ കോപ്പറില്ലാലോ. ഇതിൻ്റെ അകത്തും ഇല്ല ഗൈസ്. ഇല്ല ഗൈസ്, മൈൻക്രാഫ്റ്റിൽ പുതിയൊരു അപ്ഡേറ്റ് ആണ്. ഇത് എല്ലാവർക്കും ഗുണകരമാണ്. ഇത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളുടെ അടുത്ത് ഒരു സ്റ്റേക്ക് കോബിൾ സ്റ്റോൺ ആണുള്ളത്. അത് നമ്മൾ സാധാരണ അത് സ്റ്റോൺ ആക്കുന്നത് ഫർണസിൻ്റെ അകത്ത് വെച്ച് ഉടുക്കുന്നേക്കും. പക്ഷേ അല്ല ഗൈസ്, ഇങ്ങനത്തെ ഒരു കട്ടിങ് മെഷീൻ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ അകത്ത് വെച്ചാൽ കണ്ടോ, നമുക്ക് സ്മൂത്ത് സ്റ്റോൺ ആക്കാൻ പറ്റില്ല. ഇങ്ങനെ സ്റ്റോൺ ബ്രിക്സ് ആക്കാൻ പറ്റൂ. സ്റ്റോൺ ബ്രിക്സ് ഓക്കെ, ഒരു
തേക്ക് കോബിൾ സ്റ്റോൺ നമ്മൾ എന്താക്കി മറ്റേ കട്ടിങ് മെഷീൻ്റെ അകത്ത് വെച്ചിട്ട് കോബിൾ സ്റ്റോൺ കോബിൾ സ്റ്റോൺ അല്ല സ്റ്റോൺ ബ്രിക്സ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അതാണ് പുതിയ അപ്ഡേറ്റ്. നമുക്ക് നമ്മളിത് എടുക്കുക. 6 ഇതാണ് കിട്ടിയത്. എവിടെയെങ്കിലും ഇല്ല, അതിൻ്റെ അകത്തോ ഉണ്ട്. 4 സ്റ്റിക്കാണ് കിട്ടിയത്. കുഴപ്പമില്ല, 4 സ്റ്റിക്ക് കൊണ്ട് ഒരിതുണ്ടാക്കണം. ഓക്കെ, പകുതി സാധനം സെറ്റായി. അങ്ങോട്ട് പിന്നെ നമുക്കൊരു വേണ്ടതെന്ന് വെച്ചാൽ ഒരു ഷവലാണ്. അതിന് ഒരയണാണ് വേണ്ടത്. ഒരു അയൺ കുഴപ്പമില്ല, അല്ല ഒരു കോപ്പറാണ് വേണ്ടത്. ഒരു സ്റ്റിക്ക് ഉണ്ട് ഗൈസ്, പക്ഷെ 1 പോരാ, 2 സ്റ്റിക്ക് വേണം. സ്റ്റിക്കി ഗൈസ്. 6 വുഡുണ്ട്. ഓക്കെ, 13 സ്റ്റിക്ക് കിട്ടി. ഇനി നമുക്ക് എന്നാ വേണ്ടതെന്ന് വെച്ചാൽ ഒരു ഷവലാണ്. ഓക്കെ, ഞാൻ ആ ഷവലും കൂടെ ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഇനിയൊന്നും വേണ്ട ആവശ്യമില്ല. നമുക്ക് സാധനങ്ങൾ തിരിച്ചതിൻ്റെ അകത്ത് തന്നെ വെക്കാം. നമ്മുടെ ഫുഡ് നമ്മുടെ കയ്യിൽ തന്നെ വെക്കണം. ഓക്കെ, നമ്മളെ ഹേബിയൽസ് നമ്മളെ വീറ്റ് നമുക്ക് നമ്മളെ ഇതാക്കാം, ബ്രെഡാക്കാം. ഓക്കെ, അങ്ങനെ ബ്രെഡാക്കി ഒരു ഹേബിൾ തന്നെ ബാക്കിയുണ്ട്, അത് നമുക്ക് അതിൻ്റെ അകത്തേക്ക് വെക്കാം. നമ്മുടെ വീറ്റ് ഫാമിലൊക്കെ പോയി വെക്കാം. അതിൻ്റെ അകത്ത് എന്താ ഉണ്ടാവേണ്ടതാണ്. ഈ ഒരു 3 ബ്ലോക്ക് ഞാൻ വെറുതെ വെച്ച് പൊട്ടിക്കാം. ഓക്കെ, അടുത്ത വീഡിയോ കണ്ടത് നമ്മൾ കോപ്പർ ഹാർമർ ആയിട്ടാണ് ഗൈസ് എല്ലാം ചെയ്യുന്നത്. ഓക്കെ, നമ്മളങ്ങനെ വീറ്റ് ഫാമിൽ എത്താനായി. കുറച്ച് വീട്ടിലും വളരാനാണ് ആയി എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ വളർന്നെന്ന് വിചാരിച്ച ഈ ഒരു ഇത് കണ്ടിട്ടാണ് ഗൈസ്. ഞാൻ കാണിച്ചു തരാം. എക്സാമ്പിൾ നമ്മൾ ആടുന്നല്ലോ ഇടുന്നുണ്ട് ഗൈസ്. കുറച്ച് വളർന്നേ തൊട്ടില്ലേ ഞങ്ങളെ. പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കോൾ മൈൻ ചെയ്യണം. നമ്മുടെ കോബിൾ സ്റ്റോൺ നമ്മളെ വീട്ടിൻ്റെ അകത്തുണ്ട് ഗൈസ് കുറച്ച് സ്റ്റോൺ. അത് നമ്മൾ പറഞ്ഞ കംപ്ലീറ്റ് ആക്കിയാലോ. ഓക്കെ, ഇത് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. നമ്മളങ്ങനെ അവിടെ ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സ്മൂത്തായിട്ടാണ് പോവുക. ഈ ഒരു കോബിൾ സ്റ്റോൺ കൂടി അടിക്കാം. ഓക്കെ, നമുക്ക് കോൾ മൈൻ ചെയ്യാം. അവിടെ നിന്ന് മൈൻ ചെയ്യണ്ട, സൈഡ് കിടക്കുന്ന കോൾ മൈൻ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ 2 കോൾ കിട്ടി. 15 കോളാണ്. 15 കോളിനൊരു എമറാൾഡാണ്. ഓക്കെ, ഓരോ കോളിൻ്റെ സ്ഥലത്തൊന്നും 5 കിട്ടിയ ലാഭമായിരുന്നു. പക്ഷെ അങ്ങനൊന്നും കിട്ടൂല ഗൈസ്. കിട്ടുന്ന ഉണ്ടാവും, കോള് കുറേ കിട്ടും ഗൈസ്. കോള് ഇത്രയും കാലം ഞാൻ വേസ്റ്റ് ആക്കിയതായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് അത്യാവശ്യമാണ് ഗൈസ്. 15 എണ്ണായാൽ നമുക്ക് നിർത്താം. കോൾ കളക്ട് ചെയ്യും. ഓക്കെ, നമുക്ക് ഇതിലൂടെ കൊണ്ട് പോവാം. 16 കോൾ കിട്ടി ഗൈസ്. 17 കോൾ. ഞാൻ 17 എന്ന് പറയാൻ കാരണം അവിടെ ഒരു കോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, കോളം ഞാനങ്ങനെ എടുത്തിട്ടുണ്ട്. ഒരു വീഡിയോ നിർബന്ധമായിട്ടു ഇതാക്കേണ്ട ആവശ്യമുണ്ട് ഗൈസ്. കേവ് മൂടൽ ഭയങ്കര അത്യാവശ്യമുള്ള കാര്യമാണ്. ഓക്കെ, നമുക്ക് വില്ലേജറിൻ്റെ പുറത്ത് പോയിട്ട് ട്രേഡ് ചെയ്യിപ്പിക്കാം. ഓ
ക്യൂട്ട് ചിക്കനാണ് ഗൈസ് ഇത്. വയനാരാ അടിച്ചു കൊന്നേ, അടിച്ചു കൊന്നു തന്നെ വെറുതെ വിടില്ല ഗൈസ്. ഞാൻ തന്നെ ചെയ്തു, ഞാൻ തന്നെ. ഓക്കെ ഗൈസ്, ഞാനങ്ങനെ വില്ലേജറിൻ്റെ എത്തിയിട്ട് വില്ലേജറിൻ്റെ അടുത്ത് എത്തിയിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഞാനങ്ങനെ ഇവൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ വേൾഡിൻ്റെ ആദ്യത്തെ എമറാൾഡ് നമ്മളിതാ ട്രേഡ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, നമ്മളൊരു ന്യൂ റെസിപ്പി അൺലോക്ക് ആക്കി. ഓ ബൈ ബൈ. ഓ ടെക്നോളജി ഉണ്ടായിരുന്നു. കാര്യമില്ല, സാറില്ല, നമുക്ക് എമറാൾഡ് ആവശ്യമുണ്ട്. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ ബേസിലോട്ട് പോവുക. ഡിംബക്ക എന്തൊരാലാക്കിലെ സാധനം എൻ്റെ വേൾഡ് ചീത്തയാക്കാൻ പറ്റി. ഓരോ ക്രീപ്പറും കിട്ടും ഗൈസ്. അത്യാവശ്യം ലെങ്ത്തുള്ള വീഡിയോ ആണ് ഗൈസ്. അത്യാവശ്യം ലെങ്ത് ഉണ്ട് ഈ ഒരു വീഡിയോന്. എനിക്കൊരു ചെറിയൊരു അപേക്ഷയുണ്ട്. നിങ്ങൾ കാണുകയാണ്, ഇത് ഫുള്ള് സ്പീഡ് കിട്ടിയിട്ട് കാണുന്നില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട. അതാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകാം. എന്ത് കൊടുത്താണ് ട്രേഡ് ആകുക? നമ്മളെ വീട്ടിലെത്താനായി. ഓക്കെ, എൻ്റെ വീട്ടായിരുന്നു വരെയൊക്കെ വളർന്നോട്ടെ. ഗൈസ്, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പോയിട്ട് നാളെ വാ. ഓക്കെ, ബൈ.